നിങ്ങൾ പത്രക്കാര് വഴിയിൽ വെച്ച് കാണുമ്പോൾ ചോദിച്ചപ്പോൾ വന്ന മറുപടി ആയിരുന്നില്ല ഇത്. പത്തനംതിട്ട പ്രസ് ക്ലബിൽ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുകയാണ്. വളരെ കൃത്യമായി എഴുതി തയ്യാറാക്കിയ നോട്ടുമായിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ കയറി ചെന്നിട്ടുള്ളത്. അതുകൊണ്ട് അർത്ഥശങ്കക്കിടയില്ലാതെ വളരെ മനഃപൂർവ്വമായി ഇത് പറയുമ്പോൾ ഇത് ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാടാണ്. കോൺഗ്രസ് വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, ഒന്ന് 2021 അതുപോലെ തന്നെ 2016 ഒക്കെ തന്നെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷം സ്വീകരിച്ചൊരു നിലപാടുണ്ട് കേരളത്തിൽ. ആ നിലപാടെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു മതവിഭാഗത്തെ കൃത്യമായി പ്രീണിപ്പിച്ചുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ 16-ലും 21-ലും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ഇന്നിപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരിന്ന് ഇതിന്റെ പാതയിൽ, നമ്മൾ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനെ മാത്രമായിട്ട് കാണരുത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില സംഭവം, ഇപ്പം നമ്മുടെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായി. ഈ 2 മുന്നണികളും കേരളത്തിലെടുത്ത നിലപാട് നമ്മൾ ചിന്തിക്കണം. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുത്ത നിലപാടായിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നിലപാടെടുത്തത്. ഇസ്രായേൽ അനുകൂലമായി എന്തോ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ കോഴിക്കോട് കടപ്പുറത്ത് KPCC വലിയ ഹമാസ് അനുകൂല റാലി വിളിച്ചുകൂട്ടി, അവിടെ വിളിച്ചു വരുത്തി ഈ പറയുന്ന ശശി തരൂരിനെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചതാണ് ഇവിടുത്തെ UDF എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഇപ്പൊ പൗരത്വ ബില്ല് വന്നു, പൗരത്വ ഭേദഗതി ബിൽ. അതിൽ എവിടാണ് ഒരു മത ധ്രുവീകരണത്തിന്റെ എലമെന്റ് ഉള്ളത്? വളരെ കൃത്യമായി നമ്മുടെ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, അത് ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകില്ല, ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഉൾപ്പെടെ ഇവിടെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന, ഇവിടെ കുടിയേറുന്നവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിലും കേരളത്തിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി വളരെ മത്സരബുദ്ധിയോടുകൂടിയാണ് കേരളത്തിലെ LDF-ഉം UDF-ഉം. ആദ്യം LDF ആയിരുന്നെങ്കിൽ ഇന്ന് UDF LDF-നോടൊപ്പം തന്നെ ആ റേസിൽ, ആ മത്സരത്തിൽ വളരെ കൃത്യമായി അവരും അവരുടെ ഷാജി, അപ്പോൾ അവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നത്, പാകിസ്ഥാനെ വെള്ള പൂശിയാൽ തങ്ങൾക്കൊപ്പം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ നിൽക്കും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം നിൽക്കുമെന്ന് കോൺഗ്രസ് ധരിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ്, ആർക്കാണ് പിഴയ്ക്കുന്നത്? അല്ലെങ്കിൽ അത്രത്തോളം വില കുറച്ചൊരു സമുദായത്തെ കാണാൻ എങ്ങനെയാണ് കോൺഗ്രസിന് ധൈര്യം ലഭിക്കുന്നത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കോൺഗ്രസിൽ വലിയ കോൺഗ്രസിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇടതുപക്ഷത്തു നിന്നും ഉണ്ട്. പക്ഷെ കോൺഗ്രസിൽ വലിയ തോതിൽ BJP-യിലോട്ട് ഇന്ന് ധാരാളം ആൾക്കാർ ഇന്ന് നമുക്കറിയാം ഇന്ന് BJP ചേരുന്നുണ്ട്. കേരളത്തിൽ ഈ പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ ഇന്ന് BJP-യിലാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ തന്നെ ഇന്നും നമ്മുടെ കേരളത്തിൽ ധാരാളം പേര് ഇന്ന് വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഇന്നും BJP-യിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് കേരളത്തിലെ BJP ഇപ്പൊ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലാണ് ശ്രീ ആന്റോ ആന്റണി മത്സരിക്കുന്നത്. ഇവിടെ മത്സരിക്കുന്ന ശ്രീ AK ആന്റണിയുടെ, കേരളത്തിലെ നമുക്കറിയാം കോൺഗ്രസിന് തന്നെ അഴിമതിയില്ലാത്ത ഒരു പ്രതിച്ഛായയുള്ള, അവർക്ക് ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്ന വളരെ ലിമിറ്റഡ് നേതാക്കന്മാരിലാണ് ശ്രീ AK ആന്റണി. AK ആന്റണിയുടെ മകൻ ഇന്ന് പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്രീ ആന്റോ ആന്റണിയാണ്. അതുകൊണ്ടാണ് ആ തരത്തിൽ അവർ ഇന്നലകളിൽ വരെ അവർ സൃഷ്ടിച്ചിരുന്ന വോട്ട് ബാങ്കിന്റെ വലിയ തോതിൽ വിള്ളൽ വീഴാൻ പോകുന്നു. അതുകൊണ്ട് അവർ പുതിയ മേച്ചിൽപ്പുറം തേടുകയാണ്. എങ്ങനെയാണോ ഇടതുപക്ഷം കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ ഈ മേച്ചിൽപ്പുറങ്ങളെ വളരെ കൃത്യമായി ഉപയോഗിച്ചത്, അതേ മാർഗത്തിൽ ഇന്ന് UDF കേരളത്തിൽ അതേ മാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. ശ്രീ ആന്റോ ആന്റണി പത്രസമ്മേളനം നടത്തിയ ഒരു പ്രസ്താവന പറയുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പ്രസ്താവിച്ച് 24 മണിക്കൂറിന് ശേഷവും അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം അതിനെ ന്യായീകരിക്കാനാണ് ഈ കഴിഞ്ഞ മണിക്കൂർ ആവർത്തിക്കുകയും ചെയ്തു. ഇത് ആന്റോ ആന്റണി മാത്രമല്ല ശ്രീ ഷാജി, നേരത്തെ മുൻപ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാലും പലകുറി ഇത്തരം കാര്യങ്ങളിൽ പരാമർശം നടത്തിയിരുന്നു. ഇപ്പോൾ ആന്റോ ആന്റണി കുറച്ച് കടുത്തുപോയി, പാകിസ്ഥാൻ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞുപോയി എന്നുള്ളതാണ്, ഉള്ളിലിരിപ്പ് പുറത്തു വന്നു എന്നത് മാത്രമാണ് ഇവിടെ ഉണ്ടായ ഒരു പ്രത്യേകത.